സർക്കാർ ഓഫീസുകളുടെ വരാന്തകളിൽ നിരന്തരം കയറി ഇറങ്ങി ഒടുക്കം ജീവനൊടുക്കേണ്ടി വന്ന ഒരു നിസ്സഹായൻ. ഈ വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്താണ് മരിച്ചത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ആത്മഹത്യാക്കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് ഷൗക്കത്ത് ജീവനൊടുക്കിയത്. ഏജന്റ് വഴി അല്ലാതെ നേരിട്ട് സമീപിച്ചപ്പോൾ MVD ഉദ്യോഗസ്ഥർ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചതായി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. പ്രതികരണം കാണാം. FE പോസ്റ്റിൽ പറഞ്ഞ് 8 മാസത്തിലധികമായിട്ട് അവനിത് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ വാഹനത്തിന് ഇതേ ആൾട്രേഷൻ വരുത്തി എന്ന് പറയപ്പെടുന്ന, അതായത് അതിൻ്റെ സൈഡിലൊരു ഗ്രില്ല് കൊടുക്കുന്നുണ്ട്. ആ ഗ്രില്ലാണ് അതിന് അഡീഷണലായിട്ട് അത് ഒഴിവാക്കണം എന്നുള്ളത് MVD ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതിന് മുൻപ് ഫിറ്റ്നസ്സിൽ ആ ഗ്രില്ലൊന്നും പ്രശ്നമായിരുന്നില്ല എന്ന് പറയാം. മുൻ വർഷങ്ങളിലൊക്കെ ഇതേ ഗ്രില്ല് വെച്ചുകൊണ്ട് തന്നെ ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം അത് അവർ കൊടുത്തില്ല എന്നുള്ളതും, അപ്പോൾ ആ ഫിറ്റ്നസ് കിട്ടാത്തതിൻ്റെ കാരണത്താൽ അവൻ ഡയറക്റ്റാണ് കൊടുത്തത്, ഏജന്റ് മുഖേനയല്ല. അതേസമയം ഷൗക്കത്തിന്റെ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2 ദിവസം മുൻപ് ഷൗക്കത്ത് ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? അത് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്യാൻ ഞാൻ പെയിന്റ് അടിക്കാൻ കഴിഞ്ഞുള്ളൂ. രണ്ടും പറഞ്ഞില്ലേ? ചെറുതെല്ലാം ഒരു കാര്യം ചെയ്ത ഈ തള്ളി നിൽക്കണ അതെ, ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. അത് ഈ ഭാഗവും. ഇതാണ് ഷൗക്കത്ത് പങ്കുവച്ച വീഡിയോ. ഷൗക്കത്തിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ റോഡ് ഉപരോധിക്കുകയാണ്. അതിന്റെ ദൃശ്യം കൂടി കാണാം. മലപ്പുറത്തില് മാത്രം പോലീസുകാർക്ക് മാത്രമുള്ള ഈ ഇടങ്ങേറുകള് മുബഷീർ P. അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷീർ, പണമില്ലാത്ത പാവപ്പെട്ടവനായ സമൂഹത്തിലൊരു പദവിയില്ലാത്ത ഒരു മനുഷ്യന് സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ സർക്കാർ ഓഫീസുകളിലെ വരാന്തകളിൽ നിരന്തരം കയറിയിറങ്ങിയാലും അവന്റെ ആവശ്യം കേൾക്കാത്ത സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് നമുക്ക് പലകുറി അറിയാം. പലകുറി ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ എടങ്ങേറാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ആ പ്രതിഷേധത്തിൽ ഉയരുന്നത്. എന്താണ് ഷൗക്കത്തിന് സംഭവിച്ചത്? ഈ സർക്കാർ സംവിധാനങ്ങൾ ഷൗക്കത്തിനോട് ചെയ്തത് എന്താണ് മുബഷീർ? റോഷി, ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ഒരു തൊഴിൽ പീഡനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി ഷൗക്കത്ത് മാറുന്നു എന്നുള്ളതാണ്. 35 വയസ്സുള്ള യുവാവിന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പണം കൊണ്ട് വലിയ സ്വപ്നങ്ങളിലൂടെ വീട് ഉൾപ്പെടെ നിർമ്മിച്ചെടുക്കണം, കുടുംബത്തെ നല്ല രീതിയിൽ പോറ്റണം എന്നതിലുള്ള വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതുൾപ്പെടെ ബാക്കിയാക്കിയാണ് ഷൗക്കത്ത് ഇന്ന് രാവിലെയോടുകൂടി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ദാരുണമായിട്ടുള്ള സംഭവം ഇന്ന് രാവിലെയാണ് സംഭവിക്കുന്നത്. ഈ മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള ഷൗക്കത്തിന് ഇന്ന് രാവിലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഷൗക്കത്ത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഫേസ്ബുക്കിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ച ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ആ പോസ്റ്റുകളാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഷൗക്കത്ത് 5 വർഷം മുമ്പാണ് ഒരു ഓട്ടോ വാങ്ങിക്കുന്നത്. ഈ ഓട്ടോ വാങ്ങിസ്ഥലത്തിന് 2 തവണ ഏജന്റുകൾ മുഖാന്തരം ഈ ഓട്ടോയുടെ ഫിറ്റ്നസ് ലഭിക്കുന്നുണ്ട്. ഏജന്റുകൾ മുഖാന്തരം ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നുണ്ട്. 3ാമത്തെ തവണ ഫിറ്റ്നസിനു വേണ്ടി ഏജന്റുമാർ വഴിയല്ലാതെ നേരിട്ട് MVD ഉദ്യോഗസ്ഥരെ സമീപിച്ച ഘട്ടത്തിലാണ് ദുരനുഭവം ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് വാഹനത്തിന് ഫിറ്റ്നസ് നൽകാതെ പോകുന്നു. വാഹനത്തിൽ മോഡിഫിക്കേഷൻ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വാഹനത്തിന് ഈ ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് നൽകിയില്ല എന്നുള്ളതായിരുന്നു ഷൗക്കത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിൽ വലിയ മാനസിക പ്രയാസമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 മാസമായി ഫിറ്റ്നസ് ലഭിക്കാത്തതിനെ തുടർന്ന് ജീവിതോപാധി കൂടിയായിട്ടുള്ള ഓട്ടോറിക്ഷ അത് ഓടിക്കാൻ കഴിയാതെ വീട്ടിൽ നിർത്തിയിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇന്ന് രാവിലെയോടുകൂടി യുവാവ് ജീവനെടുക്കുന്നത്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച ആ യുവാവിന്റെ വീടിന്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഇപ്പോൾ കീഴ്ശ്ശേരി അങ്ങാടിയിൽ ഓട്ടോ തൊഴിലാളികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. യുവാവ് ഏറെക്കാലമായി വളർത്തിയിരുന്ന ഒരു വളർത്തു നായൊക്കെ തന്നെ വാഹനത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാഴ്ച മനുഷ്യരോടൊക്കെ തന്നെ അയൽവാസികളോടൊക്കെ തന്നെ ചോദിക്കുമ്പോൾ വലിയ നന്മയുള്ള ഒരു സുഹൃത്തായിരുന്നു ഈ ഷൗക്കത്ത് എന്നുള്ളത് അവർ പറഞ്ഞു വെക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുണ്ട് ഇക്കാര്യത്തിൽ. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അല്പസമയം മുമ്പ് കീഴ്ശ്ശേരി അങ്ങാടിയിൽ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധ സമരം നമ്മൾ കണ്ടിട്ടുള്ളത്. വരും ദിവസങ്ങളും തുടർ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്.
തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ആ കുറിപ്പ് എഴുതി വെച്ച് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് അനുമാനിക്കാനോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിലൊന്നും നിൽക്കുന്ന കാര്യമല്ല. എനിക്ക് ഇങ്ങനെ ചില ദുരനുഭവങ്ങളുണ്ടായി. കൊണ്ടോട്ടി RTOയിൽ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഏജന്റ് ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ലഭ്യമാകേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ 10 മാസം എന്നെ മാനസികമായി പ്രയാസപ്പെടുത്തി എന്ന കാരണം കൊണ്ട് ഞാൻ മരണപ്പെടുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി തന്നെ മറ്റു സംശയത്തിൻ്റെ സാഹചര്യങ്ങളില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഉദ്യോഗസ്ഥരുടെ ഈ പറയുന്ന MVDയുടെ RTOയുടെ സംയുക്തമായുള്ള പ്രതിഷേധത്തിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സംഭവത്തിൽ നീതി ലഭിക്കണം, അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായുള്ള നടപടി വേണം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം. ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം. ഈ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പറയുന്നത് ഈ ഏജന്റ് എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ചില മേഖലകളിൽ. സർക്കാർ സംവിധാനങ്ങളൊക്കെ എങ്ങനെ മാറി മറിഞ്ഞാലും ഏജന്റ് സിസ്റ്റം ഇല്ലാതെ ചില സർക്കാർ സംവിധാനങ്ങളിലേക്ക് സാധാരണക്കാരനെ എടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഏജന്റ് വൽക്കരണമുണ്ട്. ആ ഏജന്റ് വൽക്കരണത്തിനെതിരെ കൂടിയാണ് ഇന്നത്തെ തൊഴിലാളികളുടെ ഈ പ്രതിഷേധം നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരു സാധാരണക്കാരനെ സമീപിക്കണമെങ്കിൽ, ഓട്ടോ തൊഴിലാളികളെ പോലെയുള്ള സാധാരണക്കാരായുള്ള കൂലിപ്പണിക്കാർക്ക് സമീപിക്കണമെങ്കിൽ ഒരു ഏജന്റ് മുഖാന്തരം മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഈ സംഭവം അടിവരയിടുന്നുണ്ട്. ഏജന്റ് മുഖാന്തരമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൈക്കൂലി ലഭിക്കും. ഏജന്റ് വഴിയല്ലാതെ സമീപിക്കുന്ന സാധാരണക്കാരെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങൾ നേരത്തെയും ഇവിടെ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് പല ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ 35 വയസ്സുള്ള യുവാവിന്റെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു. അധികൃതർക്ക് കണ്ണു തുറക്കാൻ മന്ത്രി റിപ്പോർട്ടൊക്കെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സംഭവത്തിന് മുൻപേ ഇത്രയധികം ഓഫീസുകൾ കയറിയിറങ്ങിയ പല പരാതികൾ ഉന്നയിച്ച യുവാവിന്റെ ആവശ്യത്തിൽ എന്തുകൊണ്ട് ഇവർ കാര്യം പരിഗണിച്ചില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. വരും ദിവസങ്ങളിൽ നടപടി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത് മാത്രം മതിയോ എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. തീർച്ചയായും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടുത്തെ ഏത് സംവിധാനങ്ങൾ കണ്ണു തുറന്നിട്ട് എന്തിനാണ് മുബഷീർ? ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങി ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ, കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണോ?